പ്രിയപ്പെട്ട എല്ലാ സുഹൃത്തുക്കൾക്കും കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ 2024 മാർച്ച് മാസത്തിലെ കേരളവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ പോയിന്റും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലാസ് ആണ് ഇന്ന് ചർച്ചയിൽ ഉൾപ്പെടുത്തുന്നത്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2024 ജനുവരിയിലും കേരളം ഇന്ത്യ, 2024 ഫെബ്രുവരി കേരളം ഇന്ത്യ എന്ന് പറഞ്ഞ ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ കുടുംബശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആനുകാലിക വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ക്ലാസ് തന്നിട്ടുണ്ടായിരുന്നു. പുതിയ റംസാർ സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ക്ലാസ് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടോപ്പിക് ബേസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഹരിവരാസനം അവാർഡ്, എഴുത്തച്ഛൻ അവാർഡ്, അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ടോപ്പിക്കുകളിലായിട്ട് തന്നിട്ടുണ്ട്. നല്ല രീതിയിൽ കറണ്ട് അഫയേഴ്സിന്റെ മാർക്കുകളിൽ മാറ്റാനാക്കിയിട്ട് ശ്രമിക്കുക. നല്ല ഉയർന്ന റാങ്കിലേക്ക് പോകാനായിട്ട് നമുക്ക് ഏതാണ് കറണ്ട് അഫയേഴ്സ് ഒരു എക്സാമിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമായി തന്നെ കണക്കാക്കിയിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പഠിക്കാൻ പോകുന്നത് കേരളത്തെ കുറിച്ചിട്ടാണ്. അപ്പൊ കേരളത്തെ കുറിച്ച് ഇനി 5 ക്വസ്റ്റ്യന്റെ ആൻസർ കേരളവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയത്, കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. രണ്ടാമത് നമുക്കറിയാം അല്ലെ, മനുഷ്യ വന്യജീവി സംഘർഷം നമ്മുടെ കേരളത്തിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് മനുഷ്യ വന്യജീവി സംഘർഷം എന്താക്കണം, ദേശീയ ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച ഇന്ത്യൻ സംസ്ഥാനവും കേരളമാണ്. അടുത്തത് ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകള്, അതുപോലെ വനിതാ പാസ്പോർട്ട് ഉടമകളും ഏറ്റവും കൂടുതൽ എവിടെ തന്നെയാണ്, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. നാലാമത്തെ ആൻസർ ആയിട്ട് കേരളമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കേണ്ടത് നമ്മുടെ പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ നിയമസഭയാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. പൗരത്വ നിയമത്തില് എന്തുണ്ട്, വിവാദമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. നമുക്കറിയാലോ, കാസ്റ്റിന്റെ ഒക്കെ അടിസ്ഥാനത്തിലുള്ളത്. വിവാദമായിട്ടുള്ള ഭാഗത്തെ വ്യവസ്ഥകൾക്കെതിരെ പ്രമേയം പാസാക്കിയ സംസ്ഥാനം കേരളമാണ്. അതുപോലെ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അടുത്ത എക്സാമിന് വരാൻ പറ്റിയ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. കോഡ് ഗ്രേ പ്രോട്ടോകോൾ. എന്താണ് ഈ കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്? ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷിതത്വം ഒക്കെ ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായി കോഡ് ഗ്രേ പ്രോട്ടോകോൾ പുറത്തിറക്കുന്ന സംസ്ഥാനമാണ് കേരളം. അപ്പൊ ഈ 5 കാര്യങ്ങൾ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുക. കായിക താരങ്ങൾക്ക് ഈ സർട്ടിഫിക്കറ്റ് നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണ്. മനുഷ്യ വന്യജീവി സംഘർഷം പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിക്കാൻ തീരുമാനിച്ച സംസ്ഥാനം കേരളമാണ്. ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളും ഉള്ളത് കേരളത്തിലാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യവസ്ഥയ്ക്കെതിരെ പ്രമേയം കൊണ്ടുവന്നത് കേരളമാണ്. കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും ഒക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോഡ് ഗ്രേ പ്രോട്ടോകോൾ കൊണ്ടുവന്നത്. ഇത്രയും കാര്യങ്ങൾ, 5 കാര്യങ്ങൾ കേരളത്തെ കുറിച്ച് മനസ്സിലാക്കുക. അടുത്ത് നമ്മൾ വയനാട് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് നമ്മൾ എപ്പോഴും പഠിക്കാറുണ്ട്. ക്വസ്റ്റ്യൻ ഒക്കെ വന്നും കഴിഞ്ഞു. ഇനി ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യും, വീണ്ടും ആവർത്തിക്കപ്പെടും. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലാ പഞ്ചായത്താണ് വയനാട്. ഇനി ഏഷ്യയിലെ തന്നെ ആദ്യത്തെ അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം ശ്രദ്ധിക്കാനായിട്ട് വരും കേട്ടോ. അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ്? കോഴിക്കോടാണ്. അടുത്ത എറണാകുളമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലൈം എന്ന അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ് കേട്ടോ. ലൈം നമ്മൾ നാരങ്ങ ആലോചിച്ചാൽ മതിയേ. ലൈം എന്ന ഏതാണ് അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്തത് എറണാകുളത്താണ്. ഇനി സ്മാർട്ട് സിറ്റി 2.0 പദ്ധതിയിലെ 18 നഗരങ്ങളിൽ കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഏക നഗരമാണ് തിരുവനന്തപുരം. സ്മാർട്ട് സിറ്റി 2.0 കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഒരു നഗരമാണ് ഇത്, തിരുവനന്തപുരം. മൊത്തം 18 നഗരങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു.
അതിലൊരു നഗരം തിരുവനന്തപുരമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എനിക്ക് ക്ലാസ് ടൈപ്പ് ചെയ്തിട്ടൊക്കെ നിങ്ങൾക്ക് തരണമെന്നുണ്ട്. നമുക്ക് എക്സാമുകളില്ല, ഫാമിലിയാണ്, എല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് എല്ലാം നമ്മൾ ഉണ്ടാക്കിയ സമയം കണ്ടെത്തിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ ടൈപ്പ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ടൈം എനിക്ക് റിവിഷൻ തന്നെയാണ്, ഇല്ലാന്ന് പറയുന്നത്. ഞാൻ ഇപ്പോൾ ഒരു 2 പ്രാവശ്യം ഇതൊക്കെ വായിച്ചു കഴിഞ്ഞ് പോയ ഭാഗങ്ങളാണ്. അപ്പൊ നമുക്ക് വീണ്ടും നിങ്ങൾക്ക് ക്ലാസ് തരുമ്പോൾ അത് വീണ്ടും ഒരു ഇത് തന്നെയാണ്. പക്ഷെ അത്രയും സമയം പോകുന്നത് കൊണ്ടാണ് പരമാവധി എങ്കിലും ഞാൻ ഷോർട്ട് ആക്കിയിട്ടെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് തരാനായിട്ട് ശ്രമിക്കാം എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇവിടെ ഇരുത്തി തന്നെ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഒരു പ്രാവശ്യം എന്തെങ്കിലും വെറുതെ വായിച്ചിട്ട് ഞാൻ കറണ്ട് അഫയേഴ്സ് പറഞ്ഞു തന്നിട്ട് പോകുന്നില്ല, ഇവിടെ എഴുതി കാണിച്ചു തരുന്നുണ്ട്. അതേപോലെ റിപ്പീറ്റേഷൻ ചെയ്ത് നിങ്ങളുടെ മനസ്സിലേക്ക് കയറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ കൂട്ടുകാരെ തീർച്ചയായിട്ടും സാഹചര്യം മനസ്സിലാക്കും എന്ന് വിചാരിക്കുന്നു. നോക്കട്ടെ, നമുക്ക് അടുത്ത എക്സാം ഒക്കെ കഴിയുന്ന സമയത്ത് നമുക്കൊരു കുറച്ച് ഫ്രീ ഒക്കെ ആകുന്ന സമയത്ത് അടുത്ത എക്സാമുകൾക്കൊക്കെ വരുമ്പോൾ ടൈപ്പ് ചെയ്തിട്ട് വൃത്തിയായിട്ട് തരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അപ്പോൾ സമയപരിമിതിയാണ്, ക്ഷമിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ എത്ര പഠിച്ചു? കേരളത്തെ കുറിച്ച് 5 കാര്യങ്ങൾ പഠിക്കുക. നമ്മുടെ കായിക ഉടമകൾക്ക് ഈ സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കിയത്, മനുഷ്യ വന്യജീവി സംഘർഷം തടയാനായിട്ട് അതിനെ ഒരു പ്രത്യേക ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് കേരളമാണ്. ഏറ്റവും കൂടുതൽ പാസ്പോർട്ട് ഉടമകളും വനിതാ പാസ്പോർട്ട് ഉടമകളും ഉള്ളത് കേരളത്തിലാണ്. പൗരത്വ നിയമത്തിലെ വിവാദമായിട്ടുള്ള വിവാദമായിട്ടുള്ള വ്യവസ്ഥയ്ക്കെതിരെ പ്രമേയം കൊണ്ടുവന്നത് കേരളമാണ്. കോഡ് ഗ്രേ പ്രോട്ടോകോൾ എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന? കോഡ് ഗ്രേ പ്രോട്ടോകോൾ ആരോഗ്യ പ്രവർത്തകരും രോഗികളും ആശുപത്രികളുമായിട്ട് അവരുടെയൊക്കെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. ഇനി എന്താണ്? വയനാട് കാർബൺ ന്യൂട്രൽ റിപ്പോർട്ട് പുറത്തിറക്കിയ ആദ്യത്തെ ജില്ലാ പഞ്ചായത്താണ് വയനാട്. അന്താരാഷ്ട്ര സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ്. ലൈം എന്ന അപൂർവ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എറണാകുളത്താണ്. സ്മാർട്ട് സിറ്റി 2.0 18 നഗരങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഏക കേരളത്തിലെ നഗരമാണ് തിരുവനന്തപുരം. ഇത്രയും കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക. അടുത്തത് എറണാകുളം പഠിക്കണം. ജില്ലാ മൂല്യവർദ്ധിത അടിസ്ഥാനത്തിൽ പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് മാറിയത് എറണാകുളമാണ് കേട്ടോ. പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയാണ് എറണാകുളം ജില്ല. അതുപോലെ നമ്മുടെ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിന് ലഭിച്ചു. ഏറ്റവും മികച്ച ജില്ലാ പഞ്ചായത്ത് തല ജാഗ്രതാ സമിതിക്കുള്ള കേരള വനിതാ കമ്മീഷന്റെയാണ് കേട്ടോ. കേരള വനിതാ കമ്മീഷന്റെ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിനാണ്. ഇനി ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത്, അതായത് സംസ്ഥാന സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് കേട്ടോ. സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ നിയന്ത്രണത്തില് ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. ഇനി നമ്മുടെ അന്താരാഷ്ട്ര പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് ക്വസ്റ്റ്യൻ വരും കേട്ടോ. പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദിയാകുന്നത് വാഗമണാണ്. ഇനി നമ്മുടെ സംസ്ഥാനത്ത് ആദ്യത്തെ സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് നിലവിൽ വരുന്നത് മറയൂരാണ്. ഇനി അതുപോലെ പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പറവൂരിൽ ആലപ്പുഴ, ഇത് എന്താണ് ഇവിടെ വരുന്നത്? നൈലോൺ നൂൽ ഫാക്ടറി വരുന്നത് കേട്ടോ. സംസ്ഥാനത്തെ ആദ്യത്തെ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വരുന്നത് പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പറവൂരിലാണ്, ആലപ്പുഴ. പിന്നെ പെരിയാറില് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റ് ഉണ്ട് അല്ലെ. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റില് ആ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുത്തു എത്ര നദികളെ? ഒരു 6 നദികളെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റിലേക്ക് ഒരു 6 നദികളെ തെരഞ്ഞെടുത്തതിൽ അതിലെ ഒരു നദിയാണ് ഇത് പെരിയാർ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തല, ആലപ്പുഴയിലാണ്. ഇനി 1000 പ്രൈവറ്റ് ജെറ്റുകളുടെ സർവീസുകൾ പിന്നിട്ട നമ്മുടെ കേരളത്തില് ആദ്യത്തെ ബിസിനസ് ജെറ്റ് ടെർമിനൽ എവിടെയാണ്? കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് കേട്ടോ. ആദ്യത്തെ ബിസിനസ്
ജെറ്റ് ടെർമിനൽ കേട്ടോ. ബിസിനസ് ജെറ്റ് ടെർമിനൽ വരുന്നത് എവിടെയാണ്? കൊച്ചി അന്താരാജ്യാന്തര വിമാനത്താവളത്തിലാണ്. ഇനി സ്വദേശി ദർശൻ പദ്ധതി അല്ലെ, എന്തിന്റെ ഭാഗമായിട്ടാണ് ഈ സ്വദേശി ദർശൻ പറയുന്നത്? സുസ്ഥിര ടൂറിസം, ഉത്തരവാദിത്വ ടൂറിസം എന്നിവയ്ക്കൊക്കെ പ്രാധാന്യം നൽകിയിട്ട് കേന്ദ്ര ടൂറിസം മന്ത്രാലയം, സംസ്ഥാനമല്ല കേട്ടോ, കേന്ദ്ര ടൂറിസം മന്ത്രാലയം കൊണ്ടുവന്നിട്ടുള്ള പദ്ധതിയാണ് ഏത്? സ്വദേശി ദർശൻ. സ്വദേശി ദർശൻ പദ്ധതി. ഈ പദ്ധതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ സഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. ഏതൊക്കെയാണ്? കുമരകം, ബേപ്പൂർ. അപ്പോ ഇത്രയും കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടി പറയാം, ഒപ്പം പറഞ്ഞു വരാനായിട്ട് ശ്രമിക്കാം കേട്ടോ. എറണാകുളത്ത് പ്രതിശീർഷ വരുമാനം രേഖപ്പെടുത്തുന്ന കേരളത്തിലെ ആദ്യത്തെ ജില്ലയായിട്ട് എറണാകുളം മാറി. ജാഗ്രതാ സമിതി പുരസ്കാരം, കേരള വനിതാ കമ്മീഷന്റെ ജാഗ്രതാ സമിതികളുടെ പുരസ്കാരം കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് നേടി. സ്റ്റേറ്റ് ഗവൺമെന്റ് നിർമ്മിക്കുന്ന ഏറ്റവും വലിയ കെട്ടിട നിർമ്മാണ പദ്ധതി നിലവിൽ വരുന്നത് കൊച്ചിയിലാണ്. പാരാഗ്ലൈഡിംഗ് ഫെസ്റ്റിവലിന് വേദി വാഗമൺ ആണ്. സ്മാർട്ട് ജനമൈത്രി ചെക്ക് പോസ്റ്റ് മറയൂരിൽ വരുന്നുണ്ട്. പുന്നപ്ര വടക്ക് പഞ്ചായത്ത് പറവൂരിൽ. ആലപ്പുഴ നൈലോൺ നൂൽ ഫാക്ടറി നിലവിൽ വരുന്നു. കേന്ദ്ര സർക്കാരിന്റെ നദീതട മാനേജ്മെന്റിലെ 6 നദികളിൽ തെരഞ്ഞെടുക്കപ്പെട്ട 6 നദികളിൽ ഒന്നായിട്ട് പെരിയാർ മാറി. മാരിടൈം ക്ലസ്റ്റർ നിലവിൽ വരുന്നത് ചേർത്തല, ആലപ്പുഴ. കൊച്ചി രാജ്യാന്തര വിമാനത്താവളത്തിലാണ് ആദ്യത്തെ ജെറ്റ് ടെർമിനൽ നിലവിൽ വരുന്നത്. കുമരകം, ബേപ്പൂർ സ്വദേശി ഉത്തരവാദിത്ത ടൂറിസം, അതുപോലെ സുസ്ഥിര ടൂറിസം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിയിട്ടുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്വദേശ് ദർശൻ പദ്ധതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട കേരളത്തിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണ് കുമരകവും ബേപ്പൂരും. കൊച്ചി കപ്പൽ നിർമ്മാണശാലയില് അതായത് തദ്ദേശീയമായിട്ട് നിർമ്മിക്കപ്പെട്ട ഇന്ത്യയിലെ ആദ്യത്തെ ഹൈ എൻഡ്യൂറൻസ് ഓട്ടോണമസ് അണ്ടർ വാട്ടർ വെഹിക്കിളിന്റെ ആദ്യ ജലോപരിതല പരീക്ഷണം നടന്നത് കൊച്ചി കപ്പൽ നിർമ്മാണശാലയിലാണ്. ഇനി ഇരണിയൽ താലൂക്കിന് 200 വയസ്സായി. അതായത് നമ്മൾ 1824 കാലഘട്ടത്തില്, എപ്പോഴാണ്? 1824. ഇപ്പൊ നമുക്കറിയാം ഇപ്പൊ എത്രയായി? ഇപ്പൊ വർഷങ്ങൾ എത്രയായി കഴിഞ്ഞിട്ട്? 2024 ആയി അല്ലേ? 1824 മാർച്ച് 11 തിരുവിതാംകൂറില് ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ആ ഉത്തരവ് പ്രകാരമാണ് ഏത് സ്ഥാപിക്കപ്പെട്ടത്? ഇരണിയൽ താലൂക്ക് കൊണ്ടുവന്നത്. ഓക്കെ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തായി? ഇരണിയൽ താലൂക്ക് ഇല്ലാതാകുകയും ചെയ്തു. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി ഇരണിയൽ താലൂക്കിന്? 200 വയസ്സ്. കണ്ടത്തിൽ വന്നൊരു ഭാഗമാണ്, അതുകൊണ്ടാണ് ചേർത്തത്. ചിലപ്പോൾ ചോദിക്കാം 200 വയസ്സായി ഇല്ലാതായ ഇരണിയലിന് ഇന്ന് എത്ര വയസ്സെന്ന് ചോദിച്ചാൽ 200 വയസ്സാണ്. 1824 അല്ലെ? 200 പറയുമ്പോൾ 1924 കഴിഞ്ഞു, 2000 അത് കഴിഞ്ഞ് 1924 കഴിഞ്ഞു, 2024 കഴിഞ്ഞു അല്ലെ? ഇനി ശ്രീകുമാർ കെ നായർ വിഴിഞ്ഞം ഇന്റർനാഷണൽ സ്പോർട്ടിന്റെ പുതിയ സിഇഒ ആണ് കേട്ടോ. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ സിഇഒ ആണ് ശ്രീകുമാർ കെ നായർ. ധർമ്മരാജ് APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ആദ്യത്തെ ഓംബുഡ്സ്മാൻ ആണ് ധർമ്മരാജ്. ധർമ്മജനില്ലേ, ഫിലിം സ്റ്റാർ ധർമ്മജനെ ആലോചിച്ചാൽ മതി കേട്ടോ. APJ ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാൻ ആയിട്ട് ചുമതലയേറ്റെന്നെങ്കിലും കണക്കാക്കി വെക്കുക. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? സംസ്ഥാനത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരിനായർ അല്ലെ? ഹരിനായർ കേട്ടോ. ഇനി നമ്മുടെ മാർച്ചില് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ അംഗങ്ങളായിട്ട് ചുമതലയേറ്റവരാണ് കേട്ടോ. ബാലാവകാശ ഇപ്പൊ PSCക്ക് ചെയർമാനും മാത്രം പോരാ, അംഗങ്ങളും കൂടിയിട്ട് വേണം. ചോദ്യങ്ങൾ വരുന്നുണ്ട്. ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങളായിട്ട് ആരൊക്കെയാണ്? KK ഷാജു, സിസിലി ജോസഫ്, F വിൽസൺ, B മോഹൻകുമാർ. അപ്പൊ ഷാജു, ജോസഫ്, വിൽസൺ, മോഹൻകുമാർ, അതൊന്ന് ആലോചിക്കുക. ആ പേര് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി DRDOയുടെ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ഷീന റാണി. DRDOയുടെ അഗ്നി മിഷൻ ഡയറക്ടറാണ് ആര്? അത് മലയാളിയാണ്, ഷീന റാണി.
ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് VP ജഗതിരാജ്. നമ്മുടെ ജഗതി ഉണ്ട് അല്ലേ, സിനിമ എന്നിട്ട് നമ്മള് ആരെയും കളിയാക്കാനായിട്ടല്ല പറയുന്നത്, നമ്മുടെ പരീക്ഷയ്ക്ക് നമുക്ക് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്. നമ്മളൊക്കെ ഇപ്പൊ ജഗതി എന്ന് കാണുമ്പോൾ നമുക്ക് തന്നെ ആൻസർ ആയിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇപ്പൊ ജഗതി ഉണ്ട് അല്ലേ, സിനിമയിലെ കൊമേഡിയൻ. അദ്ദേഹത്തെ എന്ത് ആലോചിക്കുക, ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. നമ്മൾ APJ അബ്ദുൽ കലാമിന്റെ ആർക്ക് കൊടുത്തു, ധർമ്മജന് കൊടുത്തു അല്ലെ. ജഗതിക്ക് ആർക്ക് കൊടുക്കാം, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ ആണ് ജഗതിരാജ്. ഇനി സാറാ ജോസഫിന്റെ നോവലാണ് അല്ലെ, എന്താണ് എസ്തേർ. നമ്മൾ ലില്ലിയപ്പ പഠിച്ചില്ലേ, അതായത് സാറാ ജോസഫിന്റെ ഏറ്റവും വലിയ നോവലാണ് ഇത് ലില്ലിയപ്പ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സാറാ ജോസഫിന്റെ മറ്റൊരു നോവലാണ് എസ്തേർ. ആ എസ്തേറിന് മലയാറ്റൂർ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ 17ാമത് മലയാറ്റൂർ അവാർഡിന് അർഹമായി. 17ാമത് മലയാറ്റൂർ അവാർഡ് സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനാണ്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക, ചോദ്യങ്ങൾ ആ ഭാഗത്ത് വരാറുണ്ട്. ഇനി പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടൻ പുരസ്കാരം ആർക്ക് കിട്ടി, ടോവിനോ തോമസിന് കിട്ടി. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലില് മികച്ച നടൻ പുരസ്കാരം ആർക്കാണ്, ടോവിനോ തോമസിനാണ്. ഏതാണ് സിനിമ, അദൃശ്യജാലകങ്ങൾ. ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത അദൃശ്യജാലകങ്ങൾ എന്ന ചിത്രത്തിലെ അഭിനയത്തിനാണ് അംഗീകാരം. അദൃശ്യജാലകങ്ങൾ, ഞാൻ സിനിമ കേട്ടുകൂടില്ല. അദൃശ്യജാലകങ്ങൾ ആരാണ് സംവിധാനം, ഡോക്ടർ ബിജു. ചിത്രം അദൃശ്യജാലകങ്ങൾ. ഓക്കെ, ഈ ഭാഗം തൊട്ട് ഇങ്ങനെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം, വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ, പ്രഭാ വർമ്മ. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം പ്രഭാ വർമ്മയ്ക്കാണ്. രൗദ്രം സാത്വികം എന്ന കവിതാ സമാഹാരത്തിനാണ്. രൗദ്രം ചോദ്യം ചിലപ്പോ സരസ്വതി സമ്മാനം അല്ലെങ്കിലും രൗദ്രം സാത്വികം ആരുടേതാണ് ചോദിച്ചാലും പ്രഭാവർമ്മ എന്ന് എഴുതണം കേട്ടോ. ഇനി 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്, സക്കറിയക്കാണ്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ആർക്കാണ്, സക്കറിയ. നമ്മളിവിടെ 3 അവാർഡ് പഠിച്ചു അല്ലെ. 17ാമത് മലയാറ്റൂർ അവാർഡ് സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിനും 2023 സരസ്വതി സമ്മാനം പ്രഭാവർമ്മയുടെ രൗദ്രം സാത്വികം എന്ന കൃതിക്കും 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറയ്ക്കുമാണ്. അപ്പൊ ഇവിടെ എന്തൊക്കെ പഠിച്ചു, കൊച്ചി കപ്പൽ നിർമ്മാണശാല അത്ര വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പിന്നെ ഇരണിയൽ താലൂക്ക് അറിയാം, 1924 കാലഘട്ടത്തിലെ ഒരു നിയമം ഇറക്കിയിട്ടാണ്. ആ നിയമം വഴി രൂപീകരിക്കപ്പെട്ടതാണ് ഇരണിയൽ താലൂക്ക്. 200 വയസ്സായി. വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ടിന്റെ CEO ശ്രീകുമാർ നായർ. ധർമ്മരാജ് എന്താ പറയുന്നത്, APJ അബ്ദുൽ കലാം ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെ ഓംബുഡ്സ്മാൻ ആണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ഇപ്പോ, ഷാജു, സിസിലി ജോസഫ്, വിൽസൺ, മോഹൻകുമാർ. പിന്നെ DRDOയുടെ അഗ്നി മിഷൻ ഡയറക്ടറായ മലയാളി വനിത ഷീന റാണി. VP ജഗതിരാജ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയുടെ വൈസ് ചാൻസലർ. സാറാ ജോസഫിന്റെ എസ്തേർ എന്ന നോവലിന് 17ാമത് മലയാറ്റൂർ അവാർഡ്. പോർച്ചുഗീസ് ഫിലിം ഫെസ്റ്റിവലിലെ മികച്ച നടനായിട്ട് ടോവിനോ തോമസിനെ കിട്ടി. അദ്ദേഹം അഭിനയിച്ച ചിത്രമാണ് അദൃശ്യജാലങ്ങൾ. അത് സംവിധാനം ചെയ്ത ഡോക്ടർ ബിജു ആണ്. 2023 സരസ്വതി സമ്മാൻ പുരസ്കാരം രൗദ്രം സാത്വികം എന്ന കൃതിക്ക് പ്രഭാവർമ്മയ്ക്ക്. 2023 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം സക്കറി. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ രചയിതാവ് വിഷ്ണുനാരായണൻ നമ്പൂതിരി. ദ കുക്കിംഗ് ബുക്സ് എന്ന പുസ്തകം രാമചന്ദ്ര ഗുഹ. ദ കുക്കിംഗ് ബുക്സ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് രാമചന്ദ്ര ഗുഹ. ആടുജീവിതം സിനിമ അല്ലെ, ബ്ലസ്സി സംവിധാനം ചെയ്ത സിനിമയാണ് ആടുജീവിതം. നോവലിലെ കഥാപാത്രം ആരാണ്, നജീബായിട്ട് അവതരിപ്പിച്ചത് പൃഥ്വിരാജ്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. C രാധാകൃഷ്ണൻ. കേന്ദ്ര സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം രാജിവെച്ച നോവലിസ്റ്റ് കേട്ടോ. കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ചു C രാധാകൃഷ്ണൻ. NK ജോസിന് അന്തരിച്ചു കേട്ടോ. NK ജോസ് അന്തരിച്ചു. അദ്ദേഹം ഒരു ദളിത് ചരിത്രകാരനാണ് കേട്ടോ.
അദ്ദേഹത്തിനെ ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ചിത്രകാരൻ. ദളിത് ബന്ധു എന്ന, നമ്മളിപ്പോ ദീനബന്ധു അങ്ങനെയൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ. ഇദ്ദേഹത്തിന് ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ് ആര്? NK ജോസ്. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 2019 ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അദ്ദേഹം അന്തരിച്ചു. നീതി മെഡിക്കൽ സ്കീം നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. ഈ അർബുദ ബാധിതർക്കും ക്യാൻസർ ഉണ്ടല്ലോ, ഈ ക്യാൻസർ ചികിത്സയ്ക്ക്, അതുപോലെ ഡയാലിസിസ് ഈ ചെയ്യുന്ന പേഷ്യന്റിന് ഉള്ള മരുന്നുകൾ മാത്രം എന്ത് ചെയ്യുക, കുറഞ്ഞ നിരക്കിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ 2024 ഏപ്രിൽ 1 മുതൽ ആരംഭിച്ച കേരള സർക്കാരിന്റെ പദ്ധതിയാണ് നീതി മെഡിക്കൽ സ്കീം കേട്ടോ. 2021 ഏപ്രിൽ 1 മുതൽ, അതായത് ഇപ്പൊ നമ്മൾ പഠിക്കുന്ന ഇപ്പൊ മാർച്ചിലാണല്ലോ, അപ്പൊ ഏപ്രിൽ 1 മുതൽ തൊട്ടിട്ട് ആരംഭിക്കുന്നതാണ് ഇത് നീതി മെഡിക്കൽ സ്കീം. സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയാണ് ഇത് നേർവഴി ട്ടോ. ലഹരി തടയാനാണ്, കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട്. ഇനി ക്വിക്ക് സർവ്, നമ്മൾ വനിതകൾക്ക് നല്ല കൂടുതൽ വരുമാനമൊക്കെ ലക്ഷ്യമിട്ടിട്ട് നഗര കേന്ദ്രീകൃതമായിട്ട് വിവിധ സേവനങ്ങൾ നൽകാനുമായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. കുടുംബശ്രീ സ്ത്രീകൾക്ക് നഗരങ്ങളിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അവിടെ ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതിയാണ് ഇത് ക്വിക്ക് സർവ് എന്ന് പറയുന്നത്. ബാലചൂഷണം തടയാൻ വനിതാ ശിശു വികസന വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയാണ് ശരണബാല്യം. ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ടുള്ള വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് ശരണബാല്യം. ബാലവേല, അതുപോലെ ഭിക്ഷാടനം, തെരുവ് ബാല്യ വിമുക്ത കേരളം എന്ന ലക്ഷ്യത്തോടെയൊക്കെയാണ് ഈ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ പഠിച്ചത് കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ കർത്താവാരാണ് വിഷ്ണുനാരായണ നമ്പൂതിരി. ഇത് നിങ്ങൾ 2-3 പ്രാവശ്യം ഇങ്ങനെ റിവിഷൻ ചെയ്തിട്ട് കേട്ടിട്ട് പോയാൽ മതി. എല്ലാവരും ഇപ്പൊ ഇരുന്ന് രാത്രി ഉറക്കത്തിൽ ചോദിച്ചാലും അറിയണം പറഞ്ഞാലും നമുക്കത് പറ്റില്ല. നമുക്ക് പക്ഷെ ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് ആൻസർ കിട്ടും. കുമാരനാശാൻ വൈരാഗിയിലെ അനുരാഗി എന്ന കൃതിയുടെ രചയിതാവ് വിഷ്ണുനാരായണ നമ്പൂരി. ദ കുക്കിംഗ് ബുക്സ് രാമചന്ദ്ര ഗുഹ. ആടുജീവിതം സംവിധാനം ചെയ്ത ബ്ലസ്സിയാണ്. അതിലെ കഥാപാത്രമാണ് നജീബായിട്ട് അവതരിപ്പിച്ചത് പൃഥ്വിരാജാണ്. C രാധാകൃഷ്ണൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ വിശിഷ്ടാംഗത്വം രാജിവെച്ചു. NK ജോസ് അന്തരിച്ചു. അദ്ദേഹം ഒരു ദളിത് ചരിത്രകാരനാണ്. ദളിത് ബന്ധു എന്ന അപരനാമത്തിൽ അദ്ദേഹം അറിയപ്പെടുന്നു. 2019 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. ക്യാൻസർ, ഡയാലിസിസ് എന്നീ രോഗങ്ങൾ ഉള്ളവർക്കെല്ലാം, ഡയാലിസിസ് ഒക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് കുറഞ്ഞ നിരക്കിൽ മരുന്ന് ലഭ്യമാക്കാനായിട്ട് കേരള സർക്കാരിന്റെ പുതിയ സ്കീമാണ് നീതി മെഡിക്കൽ സ്കീം. കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വേണ്ടിയിട്ട് എക്സൈസ് ആരംഭിച്ചതാണ് നേർവഴി. കുടുംബശ്രീ വനിതകൾക്ക് നഗരഭാഗങ്ങളിൽ എന്തെല്ലാം ചെയ്തിട്ട് വരുമാനം കൂട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്യാനുള്ള വഴിയാണ്, അതിന് വേണ്ടിയിട്ട് ആരംഭിച്ച പദ്ധതിയാണ് ക്വിക്ക് സർവ്. ബാലചൂഷണം തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കൊണ്ടുവന്നിട്ടുള്ളതാണ് ശരണബാല്യം. പൊൻവാക്ക് ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പ് ശൈശവ വിവാഹം തടയാൻ വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതിയാണ് പൊൻവാക്ക്. ക്വിക്ക് സർവ് കേട്ടോ. ഇതിവിടെ നേരത്തെ ചെയ്തതാണ്, അത് മാറിപ്പോയതാണ്. ഐറിസ് നമുക്കറിയാം, ഞാൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഞാൻ ഈ ഐറിസ് എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ഓർക്കാൻ കഴിയുന്നുണ്ടോ എന്ന് നോക്കിക്കേ. ഐറിസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒരു ആൻസർ ആയിട്ട് എന്തായിരുന്നു അതിന്റെ ക്വസ്റ്റ്യൻ? ക്വിക്ക് സർവ് വീട്ടുജോലി, വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ പരിചരണം ഏറ്റെടുത്ത് വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങളൊക്കെ നൽകുന്നതിനായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ക്വിക്ക് സർവ്. അതുവഴി എന്തൊക്കെ ചെയ്യാറുണ്ട്? വീട്ടുജോലി ചെയ്തിട്ടും വയോജനങ്ങളുടെയും കുട്ടികളുടെയും ഒക്കെ പരിചരണം ഏറ്റെടുത്തിട്ടും വീട് വൃത്തിയാക്കൽ തുടങ്ങിയ സേവനങ്ങളൊക്കെ നൽകുന്നതിനായിട്ട് കുടുംബശ്രീ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ക്വിക്ക് സർവ്. ഐറിസ് എന്തായിരുന്നു പഠിച്ചത്? വെരി വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപിക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികയാണ് അതേ ഐറിസ് എന്ന് പറയുന്നത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം വിലയിരുത്താൻ ഹരിതമിത്രം ആപ്പ്. നമ്മുടെ വീട്ടിലെ മാസങ്ങൾ തോറും ഹരിതകർമ്മസേന വരുന്നുണ്ട് അല്ലെ. നമ്മൾ മാസത്തിലൊരു പ്രാവശ്യം 50 രൂപ കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഹരിതമിത്രം ആപ്പ്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ എന്ന് പറയുന്നത്. അതായത് വേറൊരു ഭാഗത്ത് ഇത് വായിക്കാൻ കണ്ടത്, ഈ ഓർഡർ എന്ന് പറയുമ്പോൾ സംസ്ഥാന ജീവനക്കാരുണ്ടല്ലോ അവർക്ക് ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകാന്ന് പറഞ്ഞാൽ മടിയുള്ള കാര്യമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് അതുകൊണ്ടാണ് അവരെ ഒന്ന് ഓർഡർ ആക്കിയിട്ട് ഇടണം. എന്തിന്? ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോകണം എന്ന ഒരു നിർബന്ധനയോടുകൂടി. അതുകൊണ്ടാണ് ഈ ഓർഡർ പദ്ധതി കൊണ്ടുവന്നിരിക്കുന്നത്. ഇലക്ഷൻ ഡ്യൂട്ടിക്കായിട്ട് സർക്കാർ ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ.
കിട്ടിയവർക്ക് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കമ്മീഷന് ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ. നമ്മൾ കിട്ടാത്ത ആൾക്കാര് ഏത് മേഖലയിൽ എവിടെയെങ്കിലും കാട്ടിൽ കൊണ്ടിട്ടാലും വർക്ക് ചെയ്യാൻ തയ്യാറായിട്ട് നമ്മൾ ഒരു കൂട്ടം പേര് അല്ലേ. ഈശ്വര എല്ലാം ശരിയാകണേ, പ്രാർത്ഥനയുള്ളൂ അല്ലെ. നമ്മൾ സംസാരിച്ചാകുമ്പോൾ ഇമോഷണൽ ആവും. അവിടെ നിങ്ങൾ കേൾക്കുന്നവർക്ക് സങ്കടവും, എനിക്ക് അതിലേറെ സങ്കടവും. എല്ലാം നമ്മുടേതായിട്ട് മാറട്ടെ, നമ്മൾ കഷ്ടപ്പെടുന്നതിന്റെ ഫലം കിട്ടട്ടെ. ഓപ്പറേഷൻ ഓവർലോഡ്. എന്താണ് ഓപ്പറേഷൻ ഓവർലോഡ്? ഓവർലോഡ് പറയുമ്പോൾ തന്നെ എല്ലാവരും എന്താണ് ഓവർലോഡ്? അമിതഭാരം കയറ്റി വരുന്ന വാഹനങ്ങളൊക്കെ പരിശോധിച്ച് പിടികൂടുന്നതിനായിട്ട് കേരള വിജിലൻസ് നടത്തിയ പരിപാടിയാണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഒക്കെ വാക്കുകളിൽ നിന്ന് തന്നെ എടുക്കണം കേട്ടോ. ഇനി ബൈക്ക് സ്റ്റണ്ട്. ഇരുചക്ര വാഹനങ്ങളിൽ അഭ്യാസ പ്രകടനം നടത്തി. എന്ത് രസമായിരിക്കും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പോസ്റ്റ് ഇട്ട് എന്തായിരിക്കും ബൈക്കിൽ കിടന്നിട്ട് ലെഫ്റ്റ് റൈറ്റ് അങ്ങോട്ട് ജമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോകാറുണ്ട് അല്ലേ. അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ബൈക്ക് സ്റ്റണ്ട്, അവരെ പിടികൂടാനായിട്ട്. ഖാദർ കമ്മിറ്റി എന്താണ്? സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഖാദർ കമ്മിറ്റി. നമ്മുടെ കേരളത്തിലെ ഖാദർ കമ്മിറ്റിയും കേന്ദ്രത്തിലെ കസ്തൂരിരംഗൻ കമ്മിറ്റിയും. ഇനി മഞ്ഞുമൽ ബോയ്സ് സിനിമയൊക്കെ കണ്ടിട്ടുണ്ടാവില്ല, ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. 2024 മാർച്ചില് 200 കോടി ക്ലബിൽ കയറുന്ന ആദ്യത്തെ മലയാള ചലച്ചിത്രം എന്ന റെക്കോർഡ് മഞ്ഞുമൽ ബോയ്സ് നേടി. പിന്നെ 50 കോടി ക്ലബില്, മലയാളത്തിൽ നിന്ന് ഏറ്റവും വേഗം 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രമാണ് ആടുജീവിതം. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചലച്ചിത്രമാണ് ഇതുവരെ. കൊച്ചിയിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് ഉണ്ട് ഇല്ലേ, മാലിന്യ പ്ലാന്റ്, അതിനെ ആസ്പദമാക്കിയിട്ടുള്ള ചിത്രമാണ് ഇതുവരെ. അപ്പൊ ഇത്രയും കാര്യങ്ങള് ഒക്കെ ആയല്ലോ. ഒന്നും കൂടി പറഞ്ഞിട്ടെ. പൊൻവാക്ക് എന്താണ്? ശൈശവ വിവാഹം തടയാൻ വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് കൊണ്ടുവന്നതാണ് പൊൻവാക്ക്. ക്വിക്ക് സർവ് നമ്മൾ പറഞ്ഞു, കുടുംബശ്രീയുടെ വനിതകൾക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഐറിസോ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അധ്യാപികൻ ഐറിസ്. ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടിയിട്ടാണ് ഹരിതമിത്രം ആപ്പ്. പിന്നെ ഓർഡർ എന്താണ്? സംസ്ഥാന സർക്കാർ ജീവനക്കാര് സർക്കാർ ഡ്യൂട്ടിക്ക് ഇല്ലേ, ഇലക്ഷൻ ഡ്യൂട്ടിയുമായിട്ട് ജീവനക്കാരെ തെരഞ്ഞെടുക്കുന്നതിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അവതരിപ്പിച്ച പോർട്ടലാണ് ഓർഡർ. പിന്നെ ഓവർലോഡ്, അമിതഭാരം കയറ്റി വരുന്ന വണ്ടികളൊക്കെ തടഞ്ഞിട്ട് അവരെ ഇതാക്കാൻ വേണ്ടിയിട്ട് വിജിലൻസിൻ്റെതാണ്. ബൈക്ക് സ്റ്റാൻഡ് ആയാലും അഭ്യാസ പ്രകടനം നടത്തി വരുന്നവരെ പിടികൂടാനാണ്. ഖാദർ കമ്മിറ്റി, കേരളത്തിലെ സ്കൂൾ വിദ്യാഭ്യാസ പരിഷ്കരണം പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റി ഖാദർ കമ്മിറ്റി. 200 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം മഞ്ഞുമൽ ബോയ്സ്. അതിവേഗം 50 കോടി ക്ലബിൽ ഇടം നേടിയ മലയാള ചലച്ചിത്രം ആടുജീവിതം. ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട ചിത്രം ഇതുവരെ. മാറ്റൊലി. നമ്മുടെ പോക്സോ നിയമമുണ്ട് അല്ലെ. പോക്സോ നിയമത്തെ കുറിച്ച് കേരള നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് കേട്ടോ. പോക്സോ നിയമത്തെ കുറിച്ചിട്ട് കേരള നിയമവകുപ്പ് തയ്യാറാക്കിയ ഒരു ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. മാർച്ചിൽ സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് ഏതാണ്? നമ്മുടെ കേരള സംസ്ഥാനത്ത് മാർച്ച് മാസത്തില് സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചത് വന്യജീവി സംഘർഷമാണ്. ഒരു സംസ്ഥാന സർക്കാരിന് കീഴിലുള്ള ആദ്യത്തെ OTT പ്ലാറ്റ്ഫോമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു, സി സ്പേസ്. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? മുഖ്യമന്ത്രിയാണ്. 2024 ജൂലൈ 1 കേരളത്തിലെ സർവകലാശാലകളിൽ ഏകീകൃത അക്കാദമി കലണ്ടറിന്റെ അടിസ്ഥാനത്തിൽ 4 വർഷ ബിരുദ കോഴ്സുകൾക്ക് 3 വർഷം കഷ്ടപ്പെട്ട് പഠിച്ച് സർട്ടിഫിക്കറ്റ് നേടി നല്ല മാർക്ക് വാങ്ങിച്ച് വിജയിച്ച നമുക്ക് LGSഉം ഇല്ല, PSC നമ്മളെ അങ്ങോട്ട് തഴഞ്ഞു അല്ലേ. അത് ഏറ്റവും ചെയ്തല്ലേ. എവിടെയാണ് ഇവിടെ അവർക്ക് അവസര സമത്വം തരുന്നത്? നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനൊക്കെ ഇരുന്ന് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ സങ്കടമാവുന്നുണ്ട് അല്ലേ, നമ്മളെയൊക്കെ ഒഴിവാക്കിയത്. പക്ഷെ നിങ്ങൾ ഈ കേൾക്കുന്നവരിൽ LGS കാര്യമുണ്ടെങ്കിൽ എന്നെ പേരുണ്ടെങ്കിൽ ബന്ധമുണ്ട്, അത് പിക്കൂടെ ക്ലാസ് എടുത്തിട്ടെന്ന് പറയുന്നുണ്ടാവും അല്ലേ. അങ്ങനെ പറയരുത് കേട്ടോ, ഞങ്ങളുടെ വിഷമം ഞങ്ങൾക്കേ അറിയുള്ളൂ. അത് നമുക്കിപ്പോ ആരത്തും പോയിട്ട് വാദിക്കാനോ ജയിക്കാനോ കഴിയില്ല എന്ന് പറയില്ലേ. നമ്മുടെ ആലുവ സർവ്വമത സമ്മേളനത്തിൽ വാദിക്കാനും ജയിക്കാനും എല്ലാം എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്ന പോലെ ഇതിപ്പോ ഞങ്ങൾ ആരോട് പറയാൻ, ആരോട് കേൾക്കാൻ. ഒരു ഡിഗ്രി എടുത്തതിന്റെ പേരിൽ നമ്മൾ എത്രത്തോളം പഠിച്ചോ, എത്രത്തോളം സർവീസ് നമ്മൾ പഠിച്ചോ അവർക്കാണ് നമ്മൾ ചാൻസ് കൊടുക്കേണ്ടത് അല്ലെ. ഇത് അവരെ തഴഞ്ഞിട്ട്. അപ്പോ ഇവർക്ക് ചിന്തിക്കാനേ ഉള്ളൂ. എന്താണ് നമ്മൾ ഭരണമൊക്കെ നമ്മുടെ കയ്യിൽ തരട്ടെ അല്ലേ, നമ്മൾ ചിന്തിച്ച് നമ്മൾ നേരെ നടപ്പിലാക്കും. ഇപ്പൊ ഒരു നമ്മൾ ഡിഗ്രിക്കാരെയൊക്കെ ഒഴിവാക്കണം. ഇനി ഭാവിയില് ഇതിങ്ങനെ ഇവര് കണ്ടിന്യൂ ചെയ്തു പോകുമ്പോ ഡിഗ്രി അഡ്മിഷൻ എടുക്കാനുള്ള പ്രവണത അവിടെ കുറഞ്ഞവരല്ലേ. വിദ്യാർത്ഥികൾ ഡിഗ്രിയിലേക്ക് പോകുന്നത് കുറഞ്ഞവരല്ലേ ചെയ്യുന്നത്. അപ്പൊ എന്താണ് അവിടെ അത് സ്കൂളുകളെയും കോളേജുകളെയൊക്കെ ബാധിക്കില്ലേ? സംസ്ഥാന സർക്കാർ നടത്തുന്ന എയ്ഡഡ് അൺഎയ്ഡഡ് സ്ഥാപനങ്ങളിലൊക്കെ ഇത് ബാധിക്കില്ലേ? ഡിഗ്രി നിങ്ങൾക്ക് ഇപ്പൊ തന്നെ കുറെ കുട്ടികളുണ്ട് എന്തിനാണ് ഡിഗ്രി വേണ്ട എന്ന് പറഞ്ഞിട്ട് അവര് +2 കാര്യം കൂടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് എന്താണ് തൊഴിൽ ചെയ്യാൻ പറ്റുന്നത് അതുമായിട്ട്
അവര് പോകുകയാണ്. അപ്പൊ ഡിഗ്രിക്കാരന്റെ എണ്ണം എന്താണ് അങ്ങനെ കുറഞ്ഞു വരികയാണ്. അപ്പൊ ഇനിയിപ്പോ ഈ ഇതും കൂടി ആകുമ്പോൾ എന്താണ്, അയ്യോ ഡിഗ്രി എടുത്താൽ സാധാരണ നോർമൽ എക്സാം ഒന്നും എഴുതാൻ പറ്റില്ല എന്നുള്ളത് വരുമ്പോൾ അതും വരും. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ, ഇപ്പൊ പെട്ടത് എന്താണ്, ഞങ്ങളെ പോലുള്ളവരാണ് ഇവിടെ പെട്ടിരിക്കുന്നത് അല്ലേ. ഒന്നും ചെയ്യാൻ പറ്റില്ല, കള്ളത്തരം കാണിക്കാനാണെങ്കിൽ അറിയൂല്ല. അപ്പൊ അതുകൊണ്ട് വരുന്ന എക്സാമുകൾ നേരിടുക. 1950 ഏപ്രിൽ 1 തീയതിയാണ് അല്ലേ ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചത്. 1950 ഏപ്രിൽ മാസം 1 തീയതിയാണ് ഏത് പ്രവർത്തനം ആരംഭിച്ചത്, ആകാശവാണി പ്രവർത്തനം ആരംഭിച്ചത്. അപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും ഇപ്പോ, 75 വർഷമായിട്ടോ. നമ്മുടെ അടുത്തിടെ കേരള തീരത്തുണ്ടായിട്ടുള്ള ശക്തമായ കടലാക്രമണത്തിന് കാരണമായി ഗവേഷകർ ചൂണ്ടിക്കാട്ടിയ പ്രതിഭാസം ഏതാണ്, കള്ളക്കടൽ അല്ലെ. കള്ളക്കടൽ എന്ന് പറഞ്ഞ് നമ്മൾ പത്രങ്ങളിലൊക്കെ കാണാറുണ്ട്. സമുദ്രത്തിൽ വിദൂരമായി ഉണ്ടാകുന്ന ചുഴലിക്കാറ്റ് തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് ഇത്, ഈ കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ഇപ്പൊ സമുദ്രത്തിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും അങ്ങ് അകലെയായിട്ട് എന്തുണ്ടാകും, ചുഴലിക്കാറ്റ് ഉണ്ടാകും. ആ ചുഴലിക്കാറ്റ് എന്ത് ചെയ്യും, തീരത്ത് തിരകൾ ഉണ്ടാക്കുന്നതാണ് കള്ളക്കടൽ പ്രതിഭാസം എന്ന് പറയുന്നത്. ഇനി കേരള കെട്ടിട നികുതി ഭേദഗതി ബില്ല് 2023 ഗവർണർ ഒപ്പിട്ടു കേട്ടോ. കേരള കെട്ടിട നികുതി കേട്ടോ. കെട്ടിട നികുതിയിൽ എന്ത് ചെയ്തു, ഭേദഗതി കൊണ്ടുവന്നു, അതില് ഗവർണർ ഒപ്പിട്ടു. കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, കഥകളി കേട്ടോ. കഥകളിയാണ് കലാമണ്ഡലം കേശവദേവ് ഏത് കലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, കഥകളി. ഇനി വൈക്കം സത്യാഗ്രഹം ഇപ്പൊ 2024 അപ്പൊ എത്ര വർഷമായിട്ടുണ്ടാവും, 1924 വൈക്കം സത്യാഗ്രഹം. 100 വർഷം അല്ലേ. 2024 മാർച്ച് 30 ശതാബ്ദി ആചരിച്ച ബഹുജന സമരമാണ് വൈക്കം സത്യാഗ്രഹം. അപ്പൊ മാറ്റൊലി എന്താണ്, ഒരു ഹ്രസ്വ ചിത്രമാണ്. പോക്സോ നിയമത്തെ കുറിച്ചിട്ട് അല്ലെ കേരള നിയമവകുപ്പ് തയ്യാറാക്കിയ ഹ്രസ്വ ചിത്രമാണ് മാറ്റൊലി. സംസ്ഥാന ദുരന്തമായിട്ട് പ്രഖ്യാപിച്ചു സംസ്ഥാന സർക്കാർ വന്യജീവി സംഘർഷത്തെ. OTT പ്ലാറ്റ്ഫോമാണ് സീ സ്പേസ്. 2024 ജൂലൈ 1 മുതൽ 4 വർഷം ബിരുദം ആരംഭിക്കുകയാണ്. 1950 ഏപ്രിൽ 1 ആകാശവാണി നിലവിൽ വന്നത്. ഇന്നിപ്പോ എത്ര വർഷമായി, 75 വർഷമായി. കള്ളക്കടൽ പ്രതിഭാസം അറിയാം. 2023 കെട്ടിട നികുതി ഭേദഗതി ബില്ല് കൊണ്ടുവന്നു, അതിൽ ഗവർണർ ഒപ്പിട്ടു. കലാമണ്ഡലം കേശവദേവ് ഏത് മേഖലയിലാണ്, കഥകളിയാണ്. 100 വർഷം പിന്നിടുകയാണ് വൈക്കം സത്യാഗ്രഹത്തിന്. കൂട്ടുകാരെ തീർച്ചയായിട്ടും ക്ലാസ്സുകളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സ് ഈ എംബ്രത്തിലായിരിക്കും നമ്മുടെ ചാനലിന്റെ ഇത് കാണുക. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ആ ബെൽ ബട്ടൺ കൂടിയിട്ട് ആ റൈറ്റ് ലേക്കിൽ അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് പോകണം കേട്ടോ. ഒന്ന് ലൈക്ക് ചെയ്ത് താഴെ ക്ലാസ്സിനെ കുറിച്ചിട്ട് അഭിപ്രായം കൂടി ഒന്ന് രേഖപ്പെടുത്തണം. എന്തെങ്കിലും എടുക്കുന്നതിൽ മാറ്റമുണ്ടെങ്കിൽ അത് അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കണം. നമുക്ക് അതിനനുസരിച്ചിട്ട് മാറ്റം വരുത്താൻ ടൈമിന്റെ പരിമിതിയാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്കറിയാം നമ്മളിപ്പോ ഇതുവരെയൊന്നും വലിയ പ്രശ്നങ്ങളില്ല. അപ്പോൾ എക്സാമിന്റെ ഡേറ്റുകളൊക്കെ വന്നപ്പോൾ അതെന്തായി ടെൻഷനായിട്ട് മാറാൻ തുടങ്ങിയില്ലേ. അത് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സുകള് നമ്മുടെ ചാനലില് കുറെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്. നല്ല നല്ല ക്ലാസ്സുകൾ എനിക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നന്നായിട്ട് പ്രയോജനപ്പെടുത്തിയിട്ട് മാർക്കാക്കി മാറ്റുക. കറണ്ട് അഫയേഴ്സ്, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം നല്ല ഇമ്പോർട്ടന്റ് കൊടുത്ത് പഠിക്കുക കേട്ടോ. പിന്നെ GK ഹോട്ടോ ഏരിയകൾ നമ്മൾ സിലബസ് വൈസ് ആയിട്ട് ഏറ്റവും കൂടുതൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റിയ മേഖലകളിലൊക്കെ നമ്മൾ ക്ലാസ് ഇട്ടിട്ടുണ്ട്. പ്രയോജനപ്പെടുത്തി മാറ്റുക. കറണ്ട് അഫയേഴ്സ് ചെയ്തു തരാം. നോക്കട്ടെ, കറണ്ട് അഫയേഴ്സ് ഞാൻ ഏപ്രിൽ മെയ് ഒക്കെ ഞാൻ ചെയ്തു തരാം. അപ്പോൾ നിങ്ങളുടെ എത്രത്തോളം സപ്പോർട്ട് ഉണ്ടോ അതിനനുസരിച്ചിട്ട് 2023 ഡിസംബർ അങ്ങനെ പറഞ്ഞിട്ട് ഡിസംബർ നവംബർ പറഞ്ഞിട്ട് അങ്ങനെ പോവാം, ബാക്കിലോട്ട് പോവാം. അപ്പൊ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.